ഹായ് ഗൈസ്, എൻ്റെ പേര് അഞ്ജു. ഇതെൻ്റെ ഒരു പുതിയ ചാനലാണ്. മെയിനായിട്ട് ഇതിൽ UPSC മലയാളം ക്ലാസ്സുകളാണ് ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. സോ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് UPSC സിലബസാണ്. സോ UPSC സിലബസ് നമുക്ക് 3 കാറ്റഗറി ആയിട്ട് പറയാം. സോ ഫസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും പ്രിലിംസ്, സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻസ്, തേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ. സോ നമുക്ക് 3 കാറ്റഗറിയാണുള്ളത്: പ്രിലിംസ്, മെയിൻസ്, ഇൻ്റർവ്യൂ. സോ ഈ മെയിൻസിൽ തന്നെ 4 പേപ്പേഴ്സാണുള്ളത്: GS പേപ്പർ 1, 2, 3, 4. സോ ഈ 4 പേപ്പേഴ്സിൻ്റെയും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസാണ് പ്രിലിംസിന് ചോദിക്കുന്നത്. ഈ 4 പേപ്പേഴ്സിൻ്റെയും ആൻസർ റൈറ്റിംഗ് ആണ് മെയിൻസിന് ചോദിക്കുന്നത്. സോ നമ്മൾ മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് രണ്ടും എന്ത് ചെയ്യാം, കവർ ചെയ്യാൻ പറ്റും. ഒപ്പം തന്നെ അഡീഷണലി പ്രിലിംസിൽ വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് എന്ത്, CSAT എന്ന് പറയുമ്പോഴേക്കും ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങുമാണ്. ലാസ്റ്റ് ഇൻ്റർവ്യൂ. സോ നമ്മൾ മെയിനായിട്ട് മെയിൻസ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് പ്രിലിംസും കവർ ചെയ്യാൻ പറ്റും, ഇൻ്റർവ്യൂവും കവർ ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ ഓരോ പേപ്പേഴ്സിലുള്ള ടോപ്പിക്കുകളാണ്. സോ ഇത് കൂടാതെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കറണ്ട് അഫേഴ്സ്. സോ കറണ്ട് അഫേഴ്സിലെ ഓരോ ന്യൂസുകൾ വായിക്കുമ്പോഴും ഈ ഓരോ പേപ്പേഴ്സുമായിട്ട് ഇൻ്റർകണക്ട് ചെയ്ത് പഠിക്കണം. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആൻസർ റൈറ്റിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ എക്സാമ്പിൾ വൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. സോ നമുക്ക് ഈ ഒരു GS പേപ്പേഴ്സിലുള്ള ടോപ്പിക്കുകൾ എന്താണെന്ന് നോക്കാം. സോ നമ്മുടെ 4 പേപ്പേഴ്സ് ഏതാണ്? GS പേപ്പർ 1, 2, 3, 4. സോ GS പേപ്പർ 1 വരുന്ന ടോപ്പിക്കുകളാണ് ആർട്ട് ആൻഡ് കൾച്ചർ, ഹിസ്റ്ററി, ജോഗ്രഫി, സൊസൈറ്റി. സോ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറയുമ്പം എന്താണ് ടോപ്പിക്ക്? ഇന്ത്യയിലെ എല്ലാ ആർട്ടും കൾച്ചറും. സോ ഇന്ത്യൻ ഡാൻസ്, ഇന്ത്യൻ മ്യൂസിക്, ടെമ്പിൾ ആർക്കിടെക്ചർ, ഇങ്ങനെയുള്ള ഒരുപാട് ഇന്ത്യൻ പെയിൻറ്റിങ്സ്, ഇങ്ങനെയുള്ള ഒരുപാട് ടോപ്പിക്കുകൾ കവർ ചെയ്യുന്നതാണ് ആർട്ട് ആൻഡ് കൾച്ചർ. നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററി പല പല കാറ്റഗറി ആയിട്ടാണ് നമ്മൾ ടോപ്പിക്ക് പറയുന്നത്. ഏൻഷ്യൻ്റ് ഹിസ്റ്ററി, മിഡീവൽ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, മോഡേൺ ഹിസ്റ്ററി, അങ്ങനെ കാറ്റഗറി ചെയ്തിട്ടാണ് ഹിസ്റ്ററി പഠിക്കുന്നത്. ജോഗ്രഫിയും ഇതേപോലെ തന്നെ 2 കാറ്റഗറിയിൽ വരും. എന്താണ്, വേൾഡ് ജോഗ്രഫിയും ഇന്ത്യൻ ജോഗ്രഫിയും. ലാസ്റ്റ് സൊസൈറ്റിയാണ്. ഇന്ത്യൻ സൊസൈറ്റിയിലുള്ള എല്ലാ ഫീച്ചേഴ്സും എന്താണ് ഇവിടെ കവറാവും. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GS പേപ്പർ 2 ആണ് നമ്മൾ പറയുന്നത്. GS പേപ്പർ 2 വരുമ്പോഴേക്കും അതിൽ വരുന്ന ടോപ്പിക്കുകളാണ് പൊളിറ്റി, ഗവർണൻസ്, ഇൻ്റർനാഷണൽ റിലേഷൻ. സോ പൊളിറ്റി എന്ന് പറയുമ്പോഴേക്കും ലോ ഓഫ് ദി ലാൻഡ്, നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ നിയമവ്യവസ്ഥകളും എന്താണ് പൊളിറ്റിയിൽ ഉൾപ്പെടുത്തുന്നു. ഗവർണൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ നിലവിലുള്ള ഗവൺമെൻറ് ആണെങ്കിലും മുമ്പുള്ള ഗവൺമെൻറ് ആണെങ്കിലും ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടി നമ്മുടെ രാജ്യത്ത് എന്തൊക്കെ ഗവൺമെൻറ് പോളിസീസ് വന്നിട്ടുണ്ടോ, ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകാനുള്ള ഗവർണൻസിന് വേണ്ടിയുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് രാജ്യത്ത് വന്നിട്ടുള്ളത് അതെല്ലാം കവർ ചെയ്യുന്നതാണ് ഗവർണൻസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IR ആണ്, ഇൻ്റർനാഷണൽ റിലേഷൻ. ഇൻ്റർനാഷണൽ എന്ന് പറയുമ്പോഴേക്കും ഫോറിൻ കൺട്രീസാണ്. റിലേഷൻ എന്ന് പറയുമ്പോൾ ഇന്ത്യ ആയിട്ടുള്ള റിലേഷൻ. സോ ഇന്ത്യയും ഫോറിൻ കൺട്രീസുമായിട്ടുള്ള എല്ലാ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും IRൽ ഉൾപ്പെടുത്തുന്നതാണ്. ആ IR എന്ന് പറയുന്നത് GS പേപ്പർ 2 വരുന്നത്. ഇനി GS പേപ്പർ 3 പറയുകയാണെങ്കിൽ എക്കണോമി, അഗ്രികൾച്ചർ, സയൻസ് ആൻഡ് ടെക്നോളജി, ബയോഡൈവേഴ്സിറ്റി ആൻഡ് എൻവയറോൺമെൻറ്റ്, സെക്യൂരിറ്റി. സോ എക്കണോമി എന്ന് പറയുമ്പോഴേക്കും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ, അഗ്രികൾച്ചർ ആ പേരിൽ തന്നെ ഉണ്ട്, സയൻസ് ആൻഡ് ടെക്നോളജി, ബയോഡൈവേഴ്സിറ്റി ആൻഡ് എൻവയറോൺമെൻറ്റ്, അതിലും ആ പേരിൻ്റെ അല്ലെങ്കിൽ ആ ഹെഡിങ്ങിൽ തന്നെ നമുക്ക് എന്തൊക്കെ ടോപ്പിക്കുകളാണ് കവർ ചെയ്യുന്നതെന്ന് മനസ്സിലാവും.
സെക്യൂരിറ്റി എന്ന് പറയുമ്പോഴേക്കും ഇന്ത്യയുടെ സെക്യൂരിറ്റി, അത് ഇൻറ്റേർണൽ സെക്യൂരിറ്റി ഉണ്ട്, എക്സ്റ്റേണലും ഉണ്ട്. എക്സ്റ്റേണൽ എന്ന് പറയുമ്പോഴേക്കും ഇപ്പം നമുക്ക് ഫ്രണ്ട്ലി നേഷനും ഉണ്ട്, ഒപ്പം തന്നെ എന്താണ് നമുക്കുള്ള എനിമി കൺട്രീസും ഉണ്ട്. സോ നമ്മുടെ ഇന്ത്യൻ സെക്യൂരിറ്റിയിൽ മെയിനായിട്ട് എന്താണ്, നമുക്ക് ഫ്രണ്ട്ലി നേഷനും വേണം, അറ്റ് ദ സെയിം ടൈം നമ്മുടെ എനിമി കൺട്രീസിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണം. സോ ഡിഫെൻസ്, മിലിറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്ത്യൻ സൊസൈറ്റി വരും. ഇനി ഇൻറ്റേർണൽ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുന്നത് സൈബർ സെക്യൂരിറ്റി. ലാസ്റ്റ് വരുന്ന GS പേപ്പറിലെ ടോപ്പിക്കാണ് എത്തിക്സ്. സോ എത്തിക്സ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ സൊസൈറ്റിയിലുള്ളൊരു സോഷ്യൽ അനിമലാണ്. സോ നമ്മൾ കുറച്ച് വാല്യൂസ് കീപ്പ് ചെയ്യേണ്ടതുണ്ട്. അതിപ്പം നമ്മുടെ ആറ്റിറ്റ്യൂഡ് ബേസ് ആണെങ്കിലും, നമ്മുടെ സംസാരത്തിലാണെങ്കിലും, നമ്മുടെ ഫാമിലി ലൈഫാണെങ്കിലും. സോ അത്തരത്തിലുള്ള എത്തിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും, ഇതൊരു തിയറി പേപ്പറാണ് കേട്ടോ. സോ ഇതെല്ലാം കവർ ചെയ്യുന്ന ആ ഒരു പേപ്പറാണ് GS പേപ്പർ 4 എന്ന് പറയുന്നത്. സോ ഈ 4 പേപ്പേഴ്സാണ് നമ്മുടെ മെയിൻസിൽ വരുന്നത്. സോ ഇതിൻ്റെ ആൻസർ റൈറ്റിംഗ് ആണ് മെയിൻസിൽ നമ്മൾ നോക്കുന്നത്. എന്നാൽ പ്രിലിംസിൽ ഇതിൻ്റെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. സോ ഇത്രയാണ് നമ്മുടെ UPSC സിലബസ് എന്ന് പറയുന്നത്. ഇത് ഫോക്കസ് ചെയ്ത് നമുക്ക് ഓരോരോ ടോപ്പിക്കുകളായിട്ട് പഠിച്ചു തുടങ്ങാം. ചെറിയ ചെറിയ ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക. ഓരോ ക്ലാസ്സുകളും നിങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചു തുടങ്ങുക. ക്ലാസ്സുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സജഷൻസ് കമൻറ്റ് സെക്ഷനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. നാളെ നമുക്കിതൊരു വലിയൊരു ഗ്രൂപ്പാക്കി മാറ്റണം. സോ നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.